കർത്താവേ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാവട്ടെ. അപ്പോ പറഞ്ഞില്ല കേട്ടില്ല എന്ന് വേണ്ട. ആരപ്പായി എങ്ങാനും ഇവര് വന്നാ ചതിച്ചല്ലടാ ചവിയേ. ഞാൻ ഇനി എന്തുട്ടടാ ചെയ്യാ? കപ്പ്യാജ് വിളിച്ചു പറഞ്ഞ ഞാൻ കേട്ടോ. ഇപ്പൊ എന്തായി? ഇനി ഒന്നുകൂടെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല അച്ഛാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? പറഞ്ഞിട്ട് എന്താ? ഭ്രാന്ത അവന്, തീറ്റ ഭ്രാന്ത. അടങ്ങി കിടക്കണ്ട താറാവേ. ഈ താറാവ് അച്ഛന്റെ വയറ്റിൽ മാത്രം അടങ്ങി കിടക്കണം തോന്നണേ. തേടി വരും കണ്ണുകളിൽ. കർത്താവേ, അന്നു വേണ്ട ആഹാരം ഇതുപോലെ തന്ന് അനുഗ്രഹിക്കണേ. ആ ജോർജ് കുട്ടിയെ, നിന്റെ ഈ കട അടുത്ത വലിയ പെരുന്നാളിന് മുമ്പ് എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ആയിട്ട് കാണാൻ സാധിക്കോ? സൂപ്പർ മാർക്കറ്റ് നമുക്കതൊരു മാളാക്കാന്നേ. അല്ല, ഏർപ്പായിട്ടൊന്നും വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ സന്തോഷിക്കാണ്ട് പിന്നെ എന്നെ നീ എന്തെങ്കിലും വിഷമിച്ച് കണ്ടണ്ടാ? അതില്ല. അച്ഛന്റെ പൊട്ടും മട്ടയും താറാവും ഞാൻ അങ്ങോട്ട് തട്ടി. അപ്പൊ ഇന്ന് അച്ഛന്റെ കാര്യം പട്ടിണിയാണല്ലേ? അല്ല, ഇന്ന് എന്തിട്ട് ഏർപ്പാട്ട പരിപാടി? പതിവ് ജോലി തന്നെ. നമ്മുടെ CI പൗലോ സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. പിന്നെ കറണ്ടും കാശ് അടക്കണം. പിന്നെ നിന്റെ മകളുടെ കച്ചവടം നടക്കട്ടെ. ആ, ഇതിന്റെ കാശ് ഞാൻ പിന്നെ തരാട്ടാ. അപ്പൊ അതിന്റെ കാശും പോയി. അമ്മച്ചിക്ക് വയ്യായിക പോലെ. പല പ്രാവശ്യം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞിട്ടുള്ളതാ. ദേ, ഇതെങ്കിലും എടുത്തൊന്ന് കുടിക്കാൻ. മരുന്ന് മാത്രം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് കർത്താവ് അങ്ങോട്ടൊന്നും വിളിച്ചാൽ മതി. അമ്മച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ത്രേസ്യേച്ചിയെ വിഷമിപ്പിക്കണേ? കർത്താവേ, രാവുണ്ണേട്ടാ, എന്താ മുഖത്തൊരു വൈക്ലഭ്യം? നാരായണി പണി പറ്റിട്ടില്ലേ? അല്ല, ഇപ്പോഴും ആ പഴയ പ്രേമം രാവുണ്ണേട്ടൻ നാരായണിയോട് വിട്ടിട്ടില്ലേ? അത് ശരിയാ. എന്തായാലും രാവുണ്ണിയേട്ടൻ ഇപ്പോഴും ഇഷ്ടം നാരായണിയേച്ചോട് തന്നെയാ. അയ്യോ, കാലത്തിന് എന്നെ കളിയാക്കിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്ന കേശു ഓർത്തില്ല അല്ലേ? ഞാനൊന്ന് പോണോ? നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടോ. എന്തുണ്ട് ശശിയെ? അങ്ങനെ പോണു. പോടാ കണ്ടുപിടിക്കാൻ. തേടി വരും കണ്ണുകളിൽ ഓടിയിട്ടും. എന്താ സാർ കുഞ്ഞേ? ഒന്നുമില്ല അറപ്പായേട്ടാ.
ഹായ് രാഹുലിനായിട്ട് നല്ല സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കുക എന്റെ പയ്യെ? അത് മനസ്സിലായി നാരായണേച്ചേ. അല്ല റപ്പായി, നീ ഒരു കാര്യം അറിഞ്ഞോ? ആ നാരായണി ഇന്നലെ അടക്കൊക്കെ വരാൻ രാവണിക്ക് കല്ലോടുത്തു. അത് കലക്കി. ഇതും കലക്കി. അല്ല, നനക്കൊരു ചായ എടുക്കട്ടെ, കട്ടൻ. കട്ടൻ ഞാൻ കട്ടൻ. ഞാനൊന്നേ മൂത്രം ഒഴിച്ചിട്ട് വരാട്ടാ. ശവം രാമു, ആ കടലാളത്തറ നാരായണിയുടെ ഒരേ ഒരു മോൻ, എന്റെ പേര് ശവം. അച്ഛാ, രാമു. എന്തുണ്ട് വിശേഷം? എന്റെ കൃഷ്ണ, ഈ മൂത്തൊഴിക്കിൽ എന്തോ പന്തികേടുണ്ടല്ലോ. റപ്പായേ, മൂത്രമൊഴിച്ച് കഴിഞ്ഞല്ലേ? നിനക്കിതാ കട്ടനെടുത്ത് വെച്ചേക്കാം. ആരായെ കിട്ടൂ? മാറി. എനിക്ക് എത്ര പേരാണ്? ശവം, നാറി. അപ്പൊ രാമു ആരാ? അത് കേശു എന്നെ അങ്ങോട്ട് കുടിച്ചോ. ഇനി കട്ടൻ കുടിക്കാൻ നിന്നാ സമയം പോണത് അറിയില്ല. ആ പൗല സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണ്ടേ? ആ ഈ കേശുവിന്റെ അടുത്ത റപ്പായിന്റെ കളി. അതന്നെ. ഓടിയെത്തും തോമാ. ഈശ്വരാ, ചതിക്കല്ലോ. അയ്യോ എന്താ പറ്റി കേശുട്ടാ? ചട്ടന് വെച്ചത് പൊട്ടം കൊണ്ടുപോയി. റെപ്പായുടെ അടുത്ത് ആ കേശുവിന്റെ കളി. എന്താടാ മൂന്ന്? തേടി വരും കണ്ണുകളിൽ. ഓ തേടി വരും കണ്ണുകളിൽ. എന്റെ കർത്താവേ, വന്നു വന്ന് മനസമാധാനത്തോടെ പത്രം പോലും വായിക്കാൻ വയ്യാതായി. തുറന്നാ തന്നെ കൊലപാതകവും ബലാസംഗവും. എന്റെ കുരിശുമല മുത്തപ്പ, കുറച്ചു നേരെങ്കിലും മുത്തപ്പനൊന്ന് വെറുതെ വിടന്റെ പൗല സാറേ. നീ മുത്തപ്പനെ കയറി പിടിക്കണ്ട. ഇന്നെന്താ വലിയ സന്തോഷത്തിലാണല്ലോ. ഒന്നും പറയണ്ട സാറേ. രാവിലെ തന്നെ അച്ഛന്റെ പുട്ടും മുട്ടയും താറാവും. അതും കഴിഞ്ഞ് കേശുവിന്റെ കടയിലെ നേന്ത്രപ്പഴവും പുട്ടും. പിന്നെ സരസുവിന്റെ വീട്ടിലെ പൂവിനൊന്ന് ഇണക്കാൻ നോക്കിയതാ. അവനാണെങ്കിൽ ചാടിയും പോയി. അപ്പൊ ഇന്ന് കുശാലായല്ലോ. തീർന്നിട്ടില്ല. അതും കഴിഞ്ഞ് എന്റെ കൊച്ചുരേശ്വര ഭാഗം ചീമത്തിനും കൂടി ഉണ്ടായിരുന്നു കേട്ടാ. അത് കൊള്ളാം. എല്ലാം കൂടെ ആയപ്പോ റപ്പായുടെ വയറങ്ങ് നിറഞ്ഞല്ലോ. പിന്നെ കൊറച്ചു കഴിഞ്ഞ് ഇനിയും വിശക്കില്ലേ? കറണ്ട് ബില്ല് അടച്ച് സാധനങ്ങൾ വാങ്ങി നേരത്തെ വരണം. കുറച്ച് വിറക് കീറാനുണ്ട്. എന്നാ സാറേ ഞാൻ പോയിട്ട് വരട്ടെ. ശരി ചേച്ചി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും തോമാ. പാവം എന്റെ കർത്താവേ. തേടി വരും കണ്ണുകളിൽ. വിശേഷം എന്തൊട്ട് വിശേഷം എന്റെ വർഗീസേ? നമുക്ക് രാത്രി മകളൊക്കെ ഒരുപോലെ തന്നെയാ. അത് ശരി. അല്ലറപ്പേട്ടാ, എന്നെ മനസ്സിലായോ?
ഹായ് നീ ആ കെൻറ്റി ചാടിയാത്ത ലോനപ്പന്റെ മോനല്ലടാ. അല്ലറപ്പയ്യേട്ടാ, ഇന്നാള് പുത്തമ്പള്ളിയുടെ മുന്നിൽ വെച്ച് ഏത്തപ്പഴം വാങ്ങിച്ചെന്ന് ഓർക്കുന്നില്ലേ? പുത്തമ്പള്ളിന് മുമ്പിൽ വെച്ച് ഏത്തപ്പഴോ? ആ ഒന്ന് മാറിയേ. എനിക്ക് എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ചെന്നേ? 5 കിലോ അല്ലേ വാങ്ങി തന്നെ? എന്തുട്ടാ എന്റെ പേര്? പാവ. ദാ വാവേ, 5 കിലോ വാങ്ങിച്ചെന്നാ നിന്നെ ഞാൻ ഓർത്തിരിക്കാനേ. മിനിമം 5 കൊലെങ്കിലും വാങ്ങിച്ചെന്തിന് നിന്നെ ഞാൻ മറക്കോ? ആ അല്ലറപ്പേട്ടാ, തൃശ്ശൂരിലെ തീറ്റ മത്സരത്തിന്റെ തീയതി തീരുമാനിച്ചാ? പിന്നെ അത് നമ്മൾ തകർക്കില്ലേ?